ഒരുപാട് ചോദ്യങ്ങൾക്കും ഒരുപാട് ആശങ്കകൾക്കും ഒരുപാട് സങ്കടങ്ങൾക്കും വേവലാതികൾക്കും പരിഹാരം നിർദ്ദേശിക്കപ്പെടുന്ന ഒരു മഹത്തായ വേദിയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ മാനവരാശിക്കുള്ള സന്ദേശമാണ്. അത് മുസ്ലിങ്ങളുടെ മാത്രം വേദഗ്രന്ഥമല്ല. സത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ അവസാനം വരെ വരുന്ന മുഴുവൻ മനുഷ്യർക്കും ഈ ലോകത്തും പരലോകത്തും സമാധാനം നൽകുന്ന, ശാന്തി നൽകുന്ന ഇസ്ലാം എന്ന സമാധാനത്തിന്റെ, ശാന്തിയുടെ സന്ദേശം അത് ഉൾക്കൊണ്ട് അതിന്റെ വാക്താക്കളും പ്രയോക്താക്കളും അതിന്റെ പ്രബോധകരുമാണെന്ന് അറിയപ്പെടുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഈ ആദർശങ്ങളും ഈ സന്ദേശങ്ങളും പ്രചരിപ്പിക്കപ്പെടുമ്പോഴും അതിന്റെ ആളുകൾ കക്ഷികളായി, ഗ്രൂപ്പുകളായി തിരിയുമ്പോൾ വിശുദ്ധ ഖുർആൻ അതിനുള്ള പരിഹാരം കൃത്യമായി നിർദ്ദേശിക്കുന്നുണ്ട്. ഒരിക്കലും വിശുദ്ധ ഖുർആനോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ മുസ്ലിം സമുദായം ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി സ്നേഹത്തോടുകൂടി ലോകാവസാനം വരെ മുന്നോട്ട് പോകുമെന്ന് എവിടെയും പറയുന്നില്ല. മറിച്ച് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കക്ഷിത്വങ്ങളും ഗ്രൂപ്പുകളും ഉണ്ടാകുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ശേഷം ആര് ജീവിക്കുന്നുവോ അവർക്ക് എന്റെ ഉമ്മത്തിൽ ഒരുപാട് കക്ഷിത്വങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കാണാൻ സാധിക്കുമെന്നും ആ സമയത്ത് സ്വീകരിക്കേണ്ട ആദർശങ്ങളും ആശയങ്ങളും പ്രശ്ന പരിഹാരങ്ങളും എന്തൊക്കെയാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തെ കടന്നു വന്നുകൊണ്ട് ഒരു ഗോത്രക്കാർ പ്രവാചകനോട് ആവശ്യപ്പെട്ടു, അല്ലയോ പ്രവാചകരെ, ഞങ്ങളുടെ നാട്ടിൽ ഒന്നുകിൽ വളരെ ശക്തമായ വരൾച്ചയും അല്ലെങ്കിൽ അതിശക്തമായ വെള്ളപ്പൊക്കവും ഉണ്ടാവാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഗോത്രത്തിൽ കക്ഷിത്വങ്ങൾ വ്യാപകമാണ്. അതുകൊണ്ട് ഇത് മൂന്നുമില്ലാതിരിക്കാൻ അന്വേഷണം സമൂഹത്തോട് പറഞ്ഞു. എന്റെ പ്രാർത്ഥന രണ്ടെണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ട്. മൂന്നാമത് അല്ലാഹു എന്നെ സ്വീകരിച്ചിട്ടില്ല. കാരണം കക്ഷിത്വങ്ങളും ഗ്രൂപ്പുകളും ആക്കരുത് എന്ന പ്രാർത്ഥന എന്നിൽ നിന്ന് സ്വീകാര്യമായില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഗോത്രക്കാരോട് പറഞ്ഞ സന്ദർഭം നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ പറഞ്ഞ യഹൂദികൾ 71 വിഭാഗവും ക്രിസ്ത്യാനികൾ 72 വിഭാഗവും അതുപോലെ എന്റെ സമുദായം 73 വിഭാഗവുമാകുമെന്നും എല്ലാ വിഭാഗവും പുല്ലും പിന്നാർ എല്ലാവരും നരകത്തിലാകുന്നു എന്നും വിഭാഗീയത കാണുമ്പോൾ വ്യത്യാസങ്ങൾ കാണുമ്പോൾ ഇഖ്തിലാഫുകൾ കാണുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും കൈകാര്യകർത്താക്കന്മാരെയും അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിലേക്കും പ്രവാചകനിലേക്കും നിങ്ങൾ മടക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. പ്രയാസങ്ങൾ, ഭിന്നതകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നും ആ സമയത്ത് സ്വീകരിക്കേണ്ട പ്രശ്ന പരിഹാരം അത് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആദർശങ്ങളിലേക്കും ആശയങ്ങളിലേക്കും മടക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്തുള്ള മുസ്ലിം സമുദായത്തിലെ എല്ലാ കക്ഷികളും ആവശ്യപ്പെടുന്നു, അവരെ വാദിക്കുന്നു, അവർ അവകാശവാദം ഉന്നയിക്കുന്നു, ഞങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണ് എന്ന്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിലെ 136 ആയത്തിൽ യഹൂദികളും ക്രിസ്ത്യാനികളും ഞങ്ങളാണ് നേർമാർഗം ഭക്ഷിച്ച ആളുകൾ, അതുകൊണ്ട് നിങ്ങൾ യഹൂദികളും ക്രിസ്ത്യാനികളും ആവണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സഹാബികളെ നിങ്ങൾ വിശ്വസിച്ച പ്രകാരം നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹിദായത്തിലാകുമെന്ന വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന.
പ്രവാചകനിൽ നിന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേട്ട, പ്രവാചകനിൽ നിന്ന് പ്രവാചകവചനങ്ങൾ സ്വീകരിച്ച പ്രവാചകന്റെ അനുയായികളായ സഹാബികൾ അത് ജീവിതത്തിൽ എങ്ങനെ പാലിച്ച് ആചരിച്ച് വിശ്വസിച്ചുവോ അതുപോലെ വിശ്വസിക്കുകയും ആചരിക്കുകയും ഏൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഹിദായത്തിലാകുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആ സഹാബികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടു, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു. വറലു അൻഹും, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല റളിയല്ലാഹു അൻഹും വറലു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബികളെ തൃപ്തിപ്പെട്ടു, ആ സഹാബികൾ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. അവർക്ക് വേണ്ടി അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസ് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ആ മുഹാജിറുകളും അൻസാറുകളും വിശുദ്ധ ഖുർആനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വചനങ്ങളെയും നിർദ്ദേശങ്ങളെയും എങ്ങനെ മനസ്സിലാക്കി വിശ്വസിച്ചാചരിച്ചുവോ അതിലേക്ക് മടങ്ങുക മാത്രമേ മുസ്ലിം സമുദായത്തിലെ ഭിന്നതകൾക്കുള്ള പരിഹാരം എന്ന വിഷയമാണ് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. എന്റെ ആമുഖ സംസ്ഥാനം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ ആവശ്യ സംവാദത്തിൽ മോദായിട്ടാവുന്നത് നമ്മുടെ പ്രിയങ്കരനായ റബീൽ അംബർസാനിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ വേദിയുടെ ഈ സംവാദത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്കെല്ലാവർക്കും പരിചയനായ നമ്മുടെ നാട്ടുകാരനായ അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ അവറുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മുസ്ലിം സമുദായം ഭിന്നതകളും പരിഹാരങ്ങളും എന്ന വിഷയം അവതരിപ്പിക്കുന്നത് ബഹുമാന്യ പണ്ഡിതനും സുഹൃത്തുമായ യാസിർ മദനി പകരയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുന്ന നമ്മുടെ പ്രിയങ്കരായ പണ്ഡിതന്മാർ അബൂബക്കർ സലഫി, അതുപോലെ ബാത്തുഷാ ബാഗവി, അതുപോലെ അബ്ദുൽ മാലിക് സലഫി, യൂസുഫ് സലാഹി എന്നിവരെയും ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയുടെ നിയന്ത്രണം കൊടുക്കുന്ന പ്രസിഡന്റിലുള്ള ബഹുമാനരായ വ്യക്തിത്വങ്ങൾ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയും ഈ വിഷയം പഠിക്കാൻ, മനസ്സിലാക്കാൻ, മുസ്ലിം സമുദായത്തിലെ ഭിന്നതകൾക്കുള്ള പരിഹാരം എന്താണെന്ന് മനസ്സിലാക്കുകയും ആ പരിഹാരം സ്വീകരിച്ചുകൊണ്ട് സ്വർഗീയ പാതയിലേക്ക് സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നോട്ട് പോകുവാനും മനസ്സിലാക്കാനും ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളുവാനും ഈ നാട്ടിലെ മുഴുവൻ ായ ആളുകളെയും ഈ വേദിയിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഇൻസൈറ്റ് ഇസ്ലാമിക് എക്സിബിഷൻ മഹാത്ഭുതം ഖുർആൻ എന്ന ഈ എക്സിബിഷന്റെ പേരിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷത എടുക്കാൻ വേണ്ടി നിബന്ധന ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബഹുമാന്യനായ നമ്മുടെ അതിഥി, ഈ സായാഹ്നത്തിലെ നമ്മുടെ ആദർശ സംവാദം ഉദ്ഘാടനം ചെയ്യുന്ന അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ MLA, വേദിയിലുള്ള സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കൾ, മഹാത്ഭുതം ഖുർആൻ എന്ന തലക്കെട്ടിൽ 28-ാം തീയതി കഴിഞ്ഞ ഞായറാഴ്ച മുതൽ 5-ാം തീയതി വരെ നീണ്ടുനിൽക്കുന്ന ഇൻസൈറ്റ് ഇസ്ലാമിക് എക്സിബിഷന്റെ ഇന്ന് നടക്കുന്ന വൈജ്ഞാനികമായ ചർച്ചയിൽ നാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഭിന്നതകളും അതിന്റെ യഥാർത്ഥ പരിഹാരത്തിന്റെ മാർഗങ്ങളും എന്താണ് എന്ന ഒരു ചർച്ചയാണ്. വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്താൽ തീർച്ചയായും ഭിന്നതകൾക്കതീതമായി അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ വഅതസിമു ബിഹബിലില്ലാ, അല്ലാഹുവിന്റെ ഹബിലിൽ അഥവാ വിശുദ്ധ ഖുർആനാകുന്ന ഈ പാശത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഭിന്നതകളില്ലാതെ മുന്നോട്ടു പോകുവാൻ സാധിക്കുമെന്ന ഖുർആനിന്റെ തത്വത്തിൽ നിന്ന്
മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ തന്നെ ബഹുദൂരം അകന്ന് സഞ്ചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഖുർആനിനെ പരിചയപ്പെടുത്തുവാനും ഖുർആനിന്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കുവാനും പ്രത്യുത ഈ സന്ദേശം അമുസ്ലിം സഹോദരങ്ങളിലേക്ക് പകർന്നു നൽകുവാനും വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു എക്സിബിഷൻ എന്തുകൊണ്ടും പ്രസക്തമായ ഒരു ചർച്ചയാണ് മുസ്ലിം സമുദായത്തിന്റെ ഭിന്നത പരിഹരിക്കുന്നതിനുള്ള ഇസ്ലാമിക മാനമെന്ത് എന്നത് അത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകളും ആദ്യന്തം ഈ ചർച്ചയുടെ ഭാഗവാക്കാവുകയും ഇതിൽ പങ്കാളികളാവുകയും ചെയ്യണമെന്ന് ആമുഖമായി ഉണർത്തിക്കൊണ്ട് നമ്മുടെ ഈ വൈജ്ഞാനികമായ ചർച്ചയെ ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ സാഹിബിനെ ആദരപൂർവ്വം നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ഉദ്ഘാടനത്തിനു വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷനും ചർച്ചയുടെ മോഡറേറ്ററുമായ ബഹുമാനപ്പെട്ട നബീൽ രണ്ടത്താണി അവർകളെ, ആമുഖ പ്രഭാഷണം നടത്തിയ യു മുഹമ്മദ് മദനി, യാസിർ മദനി പകര, അബൂബക്കർ സലഫി, ബാദുഷ ബാക്കവി, അബ്ദുൽ മാലിക് സലഫി, മൂസ സലാഹി, ഹമീദ് MCC, ബഹുമാന്യനായ റസാഖ് സാഹിബ്, വേദിയിലെ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജഗനിയന്താവിന്റെ അപാരമായ അനുഗ്രഹാശിസ്സുകൾ നമുക്കുമേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇൻസൈറ്റ് ഇസ്ലാമിക് എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിൽ ദഅവത്തിന്റെ രൂപം ആ കാലഘട്ടത്തിലെ വിഷയങ്ങൾക്കനുസൃതമായിരിക്കണം എന്നതുകൂടിയാണ്, അല്ലെങ്കിൽ ആ കാലത്തിന്റെ പുരോഗതിക്കും പരിഷ്കാരത്തിനും ഒപ്പം സഞ്ചരിക്കണം എന്നുള്ളത് കൂടിയാണ് ഇത്തരമൊരു എക്സിബിഷനിലൂടെ ഇസ്ലാമികമായ മൂല്യങ്ങളെ പുതുതലമുറക്കും അല്ലെങ്കിൽ പരിചയമില്ലാത്തവർക്കും പരിചയപ്പെടുത്തുവാനുള്ള ഈ സംരംഭത്തെ ഞാൻ നോക്കിക്കാണുന്നു. നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിലുള്ള പ്രബോധന രീതികളാണ്. അതിന് ഈ കാലഘട്ടത്തിലേറെ യോജിച്ചതാണ് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങളോടുകൂടി നടത്തുന്ന ഇത്തരം പ്രദർശനങ്ങളും പ്രചരണ ക്യാമ്പയിനുകളുമെന്ന് ആമുഖമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്നും ഇസ്ലാമിന്റെ നന്മയും ചൈതന്യവും കാത്തുസൂക്ഷിച്ചവരാണ് നമ്മൾ. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, എന്തിന് ലോകത്തെ തന്നെ ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളായി അറിയപ്പെടുന്ന കേന്ദ്രങ്ങളെക്കാൾ അവിടെ നിൽക്കുന്ന ഇസ്ലാമിന്റെ ചൈതന്യത്തെക്കാൾ ഇസ്ലാം ശക്തവും ചൈതന്യവത്തുമായിരുന്നു ഈ മണ്ണിൽ എന്നും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിന് വ്യത്യസ്തമായ പല കാരണങ്ങളുമുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ വെട്ടിം ഭരണാധികാരികൾ 1000-ൽ പരം വർഷം ഭരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാനത്തും
പരിസര പ്രദേശങ്ങളിലും ഇന്നും നമ്മൾ ചെന്ന് നോക്കിയാൽ അതിന്റെ ഒരുപാട് നല്ല സ്മാരക ശിലകൾ നമുക്ക് കാണാൻ സാധിക്കും. താജ്മഹലും കുത്തബ് മിനാറും ഫത്തേപൂർ സിക്രിയും ചെങ്കോട്ടയും അങ്ങനെ ഒരുപാട് സ്മാരകങ്ങൾ, ഒരു വലിയ ഭരണത്തിന്റെ 1000 വർഷത്തിന്റെ ഭരണത്തിന്റെ ബാക്കിപത്രങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ജയ്പൂരിൽ പോലും ചെന്ന് നോക്കിയാൽ രജപുത്ര ഭരണത്തിലെ മുഗൾ സ്വാധീനത്തെക്കുറിച്ച്, മുഗൾ ബന്ധത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ കേരളത്തിൽ ഒരു രാജ്യഭരണവും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ദക്ഷിണേന്ത്യയിൽ തന്നെ മൈസൂരിൽ ടിപ്പുവും അതുപോലുള്ള ഭരണ സംവിധാനങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരു രാജ്യഭരണത്തിന്റെ പിൻബലവും ഉണ്ടായിരുന്നില്ല. അറക്കൽ ബീവി എന്ന് നമ്മൾ പറയാറുണ്ട്. അത് നമ്മളെ കോട്ടക്കലെ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഒരു വില്ലേജിന്റെ പകുതി പോലും വരാത്ത ഒരു പ്രദേശം, അതും സാമൂതിരിയുടെ സാമന്തക രാജ്യമായി കിട്ടിയ ഒരു പ്രദേശത്ത് അവിടെ വേണമെങ്കിൽ ഒരു രാജ്ഞി ഉണ്ടായിരുന്നു എന്ന് പറയാം, ഒരു ബീവി ഉണ്ടായിരുന്നു എന്ന് പറയാം. അതൊഴിച്ചാൽ കേരളത്തിൽ എവിടെയും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഒരു രാജ്യഭരണത്തിന്റെ പിൻബലവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും ഇസ്ലാമികമായ ചൈതന്യം എന്നും കാത്തു സൂക്ഷിച്ചത് നമ്മളാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം ഇവിടെ ഈ മണ്ണിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന സമൂഹം അതിന്റെ നന്മകളെയാണ് ഉൾക്കൊണ്ടത്. സഹാബത്തുകളുടെ ജീവിത രീതിയിൽ നിന്ന് അതിന്റെ നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ ഇസ്ലാം പ്രബോധനം നടത്തിയതും ഇസ്ലാം പ്രചരിച്ചതും വ്യാപിച്ചതുമൊക്കെ. ആ പ്രബോധന ദൗത്യം നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്നു. ഇസ്ലാമിന്റെ വ്യാപനവും അങ്ങനെ നീണ്ടുനിന്നു. ഇവിടെ വന്ന എല്ലാ അധിനിവേശ ശക്തികളോടും നമ്മൾ കലഹിച്ചു. പോർച്ചുഗീസുകാർ ആദ്യം വന്നു. 1548 വാസ്കോഡ ഗാമ കാപ്പാട്ട് കപ്പലിറങ്ങിയ അന്ന് തൊട്ട് ഇവിടുത്തെ മറ്റേത് സമുദായങ്ങളും അവർക്കെതിരായ പടയണി ഒരുക്കുന്നതിന് മുമ്പ് കുഞ്ഞാലി മരക്കാർമാരുടെ നേതൃത്വത്തിൽ മുസ്ലിം സമുദായം അങ്ങനെ മുട്ടുമടക്കാൻ സന്നദ്ധമല്ല, അധിനിവേശത്തിന് വഴിപ്പെടാൻ ഒരുക്കമല്ല എന്ന പ്രഖ്യാപനം നടത്തിയത് ചരിത്രത്തിലെ ഒളിമങ്ങാത്ത വസ്തുതകളാണ്. അവിടം തൊട്ട് ഓരോ സന്ദർഭങ്ങളിലും ഈ വൈദേശിക ഭരണകൂടങ്ങളുമായി കലഹിച്ചത്, ഈ നാടിനു വേണ്ടി പോരാടിയത് മുസ്ലിം സമൂഹമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഒരുപാട് പോരാട്ട വീഥികൾ നമുക്ക് കാണാൻ സാധിക്കും. ചേറൂർ പടയും മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ചേറൂർ പോരാട്ടവും, പൂക്കോട്ടൂർ ബാറ്റിൽ ബ്രിട്ടീഷുകാരന്റെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ബാറ്റിൽ മാത്രമേ ഉള്ളൂ, ഒരു യുദ്ധം, ബാക്കിയൊക്കെ സമരമാണ്. ബ്രിട്ടീഷുകാരൻ തന്നെ യുദ്ധമെന്ന് അംഗീകരിച്ചത് പൂക്കോട്ടൂർ ബാറ്റിലാണ്. അപ്പൊ അതൊക്കെ കീഴടങ്ങാൻ, വഴിപ്പെടാൻ, മുട്ടുമടക്കാൻ സന്നദ്ധമല്ല. വിശ്വാസി അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ, ഉടമയുടെ മുമ്പിലല്ലാതെ അടിമകൾക്ക് മുമ്പിൽ മുട്ടുമടക്കാൻ സന്നദ്ധമല്ല എന്ന പ്രഖ്യാപനമാണ്. അങ്ങനെ നമ്മൾ ജീവിച്ചു പോന്നപ്പോ 921 ആ പോരാട്ടത്തിന് ഒടുവിൽ സമുദായത്തിന് സകലതും നഷ്ടമായി എന്നുള്ളത് സത്യമാണ്. അടിച്ചമർത്തപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അന്തമാനിലേക്കും നിക്കോബാറിലേക്കും നാടുകടത്തപ്പെട്ടു. അതുകൊണ്ടാണ് അന്തമാനിലും നിക്കോബാറിലും കോട്ടക്കലും തിരൂരും മണ്ണാർക്കാടൊക്കെ ഉണ്ടായത്. കോട്ടക്കൽക്കാരെ നാടുകടത്തി ഒരു ദ്വീപിനകത്ത് തിരിച്ചു പോരാത്തൊരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കിയപ്പോ അവർക്ക് പിന്നെ അവിടുന്ന് തിരിച്ചുവരവ് അസാധ്യമാണ്. അപ്പൊ അവര് ആ ചെന്നുപെട്ട നാടിന് പേരിട്ടു കോട്ടക്കൽ എന്നതുപോലെ മണ്ണാർക്കാടുണ്ട്, തിരൂരുണ്ട്, താനൂരുണ്ട്, കൊണ്ടോട്ടിയുണ്ട്. ഇവിടുന്നൊക്കെയുള്ള ധീരദേശാഭിമാനികളെയാണ് അന്ന് ഇരുണ്ട വൻകര എന്ന് പറയുന്നത് പോലെ തിരിച്ചുവരവ് അസാധ്യമായ, ജീവിതം പോലും നരകതുല്യമായ അന്തമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലേക്ക് ബ്രിട്ടീഷുകാരൻ നാടുകടത്തിയത്. അതുപോലെ തന്നെ ഈ പോരാട്ടങ്ങളിൽ കൊല്ലപ്പെട്ടത് 1 ലക്ഷത്തോളം ആളുകളാണ്. അന്നത്തെ ജനസംഖ്യ കൂടി നമ്മൾ നോക്കണം. ഇന്നത്തേതിന്റെ എത്രയോ കുറവ് ജനസംഖ്യയുള്ള ഒരു കാലഘട്ടത്തിൽ, ഒരു നൂറ്റാണ്ട് മുമ്പ് 921 അല്ലെങ്കിൽ 20-30 കാലഘട്ടത്തിൽ 1 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു. അപ്പോ അവരുടെ വിധവകൾ, ഈ നാടുകടത്തപ്പെട്ടവരുടെ വിധവകൾ, മഹാമാരികൾ, വസൂരിയും അതുപോലുള്ള വലിയ രോഗങ്ങൾ, കോളറകളൊക്കെ പടർന്നു പിടിക്കുന്ന കാലം, അങ്ങനെ മരണപ്പെട്ടവരുടെ ദുരിതപർവ്വതങ്ങൾ പേറി നടക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് തിരൂരങ്ങാടി യത്തീംഖാനയും അതുപോലെ JDT ഇസ്ലാമൊക്കെ സ്ഥാപിക്കുന്നത്. യത്തീംഖാനകളുടെ പ്രസക്തി അങ്ങനെയാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്നാണ്, ആ തകർന്നടിഞ്ഞ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നാണ് വീണ്ടും കേരളത്തിലെ മുസ്ലിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നത്.
നല്ല മതേതരവാദികളായി ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹവുമായി ഏറ്റവും നല്ല സൗഹാർദ്ദങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് നമ്മൾ വളർന്നു വന്നത്. ഇന്ന് ചില ആളുകൾ അതിനെയൊക്കെ സാമുദായികതയാക്കി കടുത്ത സാമുദായിക വാദം ഈ പുരോഗമന കാലഘട്ടത്തിലും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില പിന്തിരിപ്പന്മാർ നമ്മുടെ സമൂഹത്തിൽ അലോസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ എങ്കിലും നമ്മൾ കാണേണ്ടത് അവിടെ നിന്നാണ് വളർന്നു വന്നത്. അവിടെ നിന്ന് വളർന്നു വന്ന നവോത്ഥാനത്തിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം വഹിച്ചിട്ടുള്ള പങ്കും വളരെ വലുതാണ്. എല്ലാവരുടെയും സംഭാവനകളുണ്ട്. ആ സംഭാവനയിൽ വളരെ ശ്രേഷ്ഠമായ സംഭാവനകൾ KM മൗലവിയും KM സിദി സാഹിബും ഒക്കെ അടങ്ങുന്ന നവോത്ഥാന നായകന്മാർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒക്കെ നിർവഹിച്ചിട്ടുള്ള പങ്ക്, യതീംഖാനകൾ ഉണ്ടാക്കിയത്, സ്കൂളുകൾ സ്ഥാപിച്ചത്, പിന്നീട് അത് കോളേജുകളായി രൂപാന്തരപ്പെട്ടത്, ഇതൊക്കെ ആ നവോത്ഥാന പ്രക്രിയയിലെ പരിശ്രമങ്ങളാണ്. ഫറൂഖ് കോളേജും തിരൂരങ്ങാടി കോളേജും മമ്പാട് കോളേജും ഒക്കെ ആ കാലഘട്ടത്തിൽ വന്നതാണ്. പിന്നീട് പല വിദ്യാഭ്യാസ ഏജൻസികളും സംഘടനകളും നമുക്കിടയിലുണ്ടായി. അങ്ങനെ വളർന്നു വന്ന നവോത്ഥാനത്തിലൂടെ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ മുന്നേറ്റമുണ്ടായി. അതിനിടയിൽ വന്ന വിദേശ സ്വാധീനങ്ങൾ, അതിനിടയിൽ വന്ന പ്രവാസ ജീവിതങ്ങൾ നമ്മുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് അറുതി വരുത്തി. അങ്ങനെയൊക്കെ ഉണ്ടായ നവോത്ഥാനം ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ച് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി ഉണ്ടായ നവോത്ഥാനമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. തിരൂരങ്ങാടി പള്ളിയെക്കുറിച്ച് അക്കാലത്ത് തന്നെ പറയാറുണ്ട്, യതീംഖാനയോട് ചേർന്ന പള്ളിക്ക് തറക്കല്ലിടുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കർമ്മഭൂമികയിൽ അവിടുത്തെ മസ്ജിദിന് തറക്കല്ലിട്ടത് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളാണ്. അപ്പോ സാമുദായികമായ രാഷ്ട്രീയ യോജിപ്പുകൾ നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ നവോത്ഥാനമുണ്ടാക്കിയത്, ഈ പുരോഗതി ഉണ്ടാക്കിയത്. ഇന്ന് നമുക്ക് എല്ലാ ഭൗതിക പുരോഗതിയുമുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങൾ ഒട്ടും മോശക്കാരല്ല. സച്ചാർ കമ്മിറ്റി തന്നെ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൽ ഭേദപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കുന്നത് കേരളക്കരയിലെ മുസ്ലിങ്ങൾ മാത്രമാണ്. നമ്മളിവിടെ 3 കോടി ജനങ്ങളിൽ 75 ലക്ഷമോ 80 ലക്ഷമോ ആണ് കേരളത്തിലെ മുസ്ലിം സമൂഹം. എന്നാൽ ഈ 3 കോടി കേരളത്തിലെ ജനതയേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുള്ള ഉത്തർപ്രദേശിലും ബീഹാറിലും ആദിവാസി സമൂഹത്തെക്കാൾ മോശമായ ജീവിത സാഹചര്യത്തിലാണ് മുസ്ലിങ്ങൾ താമസിക്കുന്നതെന്ന് പറഞ്ഞതും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെയാണ്. അതേ തുടർന്ന് 1ാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ഒരുപാട് നടപടികൾ ആ കാര്യത്തിലുണ്ടായി. അതിന് നമുക്ക് സന്തോഷത്തോടുകൂടി നന്ദി പറയാം. എന്നാൽ കേരളത്തിലെ ഈ മുസ്ലിം നവോത്ഥാനം നമ്മൾ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് നേടിയ നേട്ടത്തോടൊപ്പം തന്നെ കോളേജുകളും സ്കൂളുകളും വിദ്യാഭ്യാസ പുരോഗതിയും ഒക്കെ നേടിയതോടൊപ്പം തന്നെ ഇസ്ലാമികമായ ചൈതന്യവും നമ്മുടെ കുട്ടികൾക്കിടയിൽ നമ്മുടെ സമൂഹത്തിൽ അതാത് കാലങ്ങളിൽ നമുക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ മതസംഘടനകളുടെയും നേതാക്കന്മാരുടെയും പങ്ക്, അതിനെക്കുറിച്ച് നമ്മൾ തർക്കിക്കേണ്ടതില്ല. എല്ലാവരും അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ വിശ്വാസം പോലെ ഇനി നമുക്കിടയിലേക്ക് ഒരു പ്രവാചകൻ കടന്നു വരാനില്ല. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടതോടുകൂടി തന്നെ ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നീട് ആ ദൗത്യം നിർവഹിച്ചിട്ടുള്ളത് പണ്ഡിതന്മാരും പണ്ഡിത സംഘടനകളുമാണ്. എല്ലാ സമൂഹങ്ങൾക്കിടയിലും നവോത്ഥാന നായകന്മാരുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്, നമുക്കിടയിലുണ്ടായിട്ടുണ്ട്. ആ പണ്ഡിതന്മാരും പണ്ഡിത സംഘടനകളും കേരള നദ്വത്തുൽ മുജാഹിദീനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. അങ്ങനെ വന്ന നവോത്ഥാനം, ആ നവോത്ഥാനത്തിലൂടെ ആർജിച്ചിട്ടുള്ള ഇസ്ലാമികമായ ചൈതന്യം നമുക്ക് ഈ കാലഘട്ടത്തിൽ നിലനിർത്താൻ സാധിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇന്ന് ഒരുപാട് സംവാദങ്ങളും ഒരുപാട് പ്രചരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ചെറുപ്പക്കാരന്റെ മനസ്സിനെ അള്ളാഹുവിനെ നേരിൽ കണ്ട് ആരാധിക്കുന്നത് പോലെ, ഇബാദത്ത് ചെയ്യുന്നത് പോലെ, അങ്ങനെ വിധിവിലക്കുകൾ അനുസരിക്കുന്നത് പോലെ യഥാർത്ഥമായ പ്രബോധനം വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിനെ സ്പർശിക്കാൻ സാധിക്കുന്ന വിധത്തിലേക്ക് നമുക്ക് പരിവർത്തിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. പിന്നെ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പ്രബോധന ദൗത്യങ്ങളുണ്ട്. ഇന്ന് നമുക്കറിയാം, ഇന്ന് സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകൾ, കമ്പ്യൂട്ടറിന്റെ വികാസത്തോടുകൂടി അങ്ങനെ ചിലതുകൂടി സംഭവിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പറയാറുണ്ട്, 4th എസ്റ്റേറ്റ്, 4ാം കണ്ണാണ് പത്രങ്ങൾ. പത്രങ്ങളോടുകൂടി കഴിഞ്ഞു. എന്നാൽ ഇന്ന് പത്രങ്ങൾക്കപ്പുറം സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകളുണ്ട്. അത് വേണമെങ്കിൽ നമുക്കതിനെ 5th എസ്റ്റേറ്റ് എന്ന് പറയാം. ട്വിറ്ററും ഫേസ്ബുക്കും കമ്പ്യൂട്ടറും ഒക്കെ അതാണ്. ഇന്നത്തെ കുട്ടികൾ അതിലാണ്. അവർക്കിടയിൽ ആശയം പ്രചരിപ്പിക്കുന്നത് അങ്ങനെയാണ്. നമ്മളൊക്കെ സമയം കിട്ടുമ്പോൾ ഇടക്കതിൽ പോയി നോക്കാറുണ്ട്. നോക്കുമ്പോൾ
നല്ല ഇസ്ലാമികമായ പ്രബോധനങ്ങളും ഇസ്ലാമിനെതിരായ പരാമർശങ്ങൾക്കുള്ള മറുപടിയുമൊക്കെ ഓരോ കുട്ടികളും അതിൽ പോസ്റ്റ് ചെയ്ത് ഞങ്ങളൊക്കെ വായിക്കാറുണ്ട്. രാഷ്ട്രീയം ഉണ്ടാവാറുണ്ട്, മറ്റ് സാമുദായിക പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ അവസാനം വന്ന നിഗമനം, വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30% സീറ്റുകളെ സ്വാധീനിക്കുന്നത് ഈ സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകളായിരിക്കും എന്നാണ് തന്നെ സൂചിപ്പിച്ചത്. ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നില്ല, ഓരോരുത്തർക്കും സമയം വെച്ചുള്ള ഒരു ചർച്ചയാണ്. ആ ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. സമുദായത്തിലെ ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് ഈ ചർച്ചയിൽ ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്, ഐക്യത്തിന്റെ പാതയിൽ പോകാൻ നമുക്ക് സാധിക്കണം. അഭിപ്രായ ഭിന്നതകളും അതുപോലെ തന്നെ വ്യത്യാസങ്ങളുമൊക്കെ സ്വാഭാവികമാണ്, യോജിപ്പും വിയോജിപ്പും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതിനൊക്കെ ആ വിയോജിപ്പുകൾക്കിടയിലും യോജിക്കാവുന്ന മേഖലകളിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് സമുദായത്തിന്റെ പുരോഗതിക്ക്, നമ്മുടെ ദീനിന്റെ ചൈതന്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മളുണ്ടാക്കിയെടുത്തതല്ല ഈ കാണുന്ന നല്ല മനോഹരമായ ചുറ്റുപാട്. നമുക്ക് മുമ്പേ കടന്നുപോയവർ, അതിൽ സാധാരണ ജീവിച്ച സാധാരണ പൗരൻ തൊട്ട് വലിയ ത്യാഗങ്ങൾ സഹിച്ച നേതാക്കന്മാർ വരെയുണ്ട്. അപ്പൊ എല്ലാവരുടെയും സംഭാവനകളാണ്. അതുവഴി ഉണ്ടാക്കിയെടുത്ത ഈ ഒരു മുസ്ലിം നവോത്ഥാന സാമൂഹിക അന്തരീക്ഷം നമുക്ക് നിലനിർത്താൻ സാധിക്കണം. ആ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ എല്ലാവർക്കും ഭാഗവാക്കാവാനും കഴിയണമെന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചലനങ്ങളൊക്കെ നമ്മൾ കാണുന്നു. ഇപ്പോൾ 2 വർഷം 2011 അറബ് വസന്തത്തിന്റെ നാളുകളായിരുന്നു. നമ്മളൊരു നൂറ്റാണ്ട് മുമ്പ് തുടങ്ങിയ ജനാധിപത്യ പ്രക്രിയ, ഇവിടുത്തെ പ്രബോധനങ്ങൾ, ഇവിടുത്തെ ആശയ സമരങ്ങൾ, അതൊന്നും മോശമല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആശയപരമായ വ്യത്യാസം ഉണ്ടാവും. ആ ആശയപരമായ വ്യത്യാസത്തിൽ സത്യം തേടിയുള്ള പോരാട്ടങ്ങൾ ഉണ്ടാകും. അതൊക്കെ ശരിയാണ്. അതൊക്കെ നമ്മുടെ നവോത്ഥാനത്തിന്റെ ഭാഗവുമാണ്. അത് നമ്മളിവിടെ ഒരു നൂറ്റാണ്ടായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഈ അറബ് വസന്തം എന്നൊക്കെ പറയുന്നത് ഈ കാലത്ത്, വളരെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ചില മുന്നേറ്റങ്ങളാണ്. ജനാധിപത്യത്തെ സ്വീകരിച്ചുകൊണ്ട് ഏകാധിപതികൾക്കെതിരായ പോരാട്ടം നടന്നതും ഞാനീ പറഞ്ഞ മാതിരി സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകളുടെ വർത്തമാന കാലഘട്ടത്തിലെ ശാസ്ത്ര സാങ്കേതിക പുരോഗതി കൊണ്ടാണ് തുണീഷ്യയിലും ഈജിപ്തിലും സിറിയയിലും ലിബിയയിലും ഒക്കെയുള്ള അറബ് മുന്നേറ്റങ്ങൾ, അറബ് യുവത നടത്തിയ ജനാധിപത്യപരമായ മുന്നേറ്റങ്ങൾ ഉണ്ടായത്. ഇസ്ലാമികമായി അത്തരമൊരു സാഹചര്യത്തിലേക്ക് അവിടുത്തെ ഭരണാധികാരികൾ കാര്യങ്ങൾ കൊണ്ടു ചെന്ന് എത്തിക്കരുതായിരുന്നു. നമുക്കറിയാം, ജനാധിപത്യത്തിൽ ഇതിന് ജനാധിപത്യമെന്ന് വിളിക്കണോ മറ്റെന്തെങ്കിലും പേര് വിളിക്കണോ എന്നുള്ളത് വേറെ കാര്യം. എന്നാൽ ജനാധിപത്യം ലോകം പരിചയപ്പെടുന്നതിന് മുമ്പ് അതിന്റെ നല്ല മൂല്യങ്ങളെയും ഗുണങ്ങളെയും സ്വീകരിച്ചിട്ടുള്ള ഭരണരീതികളാണ് ഇസ്ലാമിക സമൂഹം ലോകത്തിനു മുമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷെ അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഏകാധിപതികളെപ്പോലെ, തറവാട് സ്വത്ത് പോലെ രാജ്യഭരണം കൊണ്ടു നടന്നപ്പോഴാണ് പൊറുതുമുട്ടിയ ജനത തെരുവിലിറങ്ങി ഭരണകൂടങ്ങൾ പിഴുതെറിയപ്പെട്ട വലിയ പോരാട്ടങ്ങൾ അറബ് വസന്തം എന്ന പേരിൽ, മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ ഒക്കെ രാജ്യത്ത് അരങ്ങേറിയത്. അപ്പൊ അവരിലേക്ക് അത്തരം ആദർശങ്ങളും ആശയങ്ങളും അതിനുള്ള സംവിധാനങ്ങളും ഇപ്പോഴെത്തിയത്. എന്നാൽ മലയാളികൾക്ക്, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഇത്തരം അവസ്ഥാവിശേഷങ്ങളൊക്കെ ഈ നവോത്ഥാനവും ഈ പ്രബുദ്ധതയും നമ്മുടെ ഉമറ ബന്ധത്തിന്റെ ഫലമായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട്. അതുവഴി ആർജിച്ചതാണ് ഈ പുരോഗതി. അപ്പൊ അതുകൊണ്ട് ഈ പുരോഗതിയും ഈ നല്ല അവസ്ഥാവിശേഷവും നല്ല ആശയ സംവാദങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്, ഈ ഇൻസൈറ്റ് ഇസ്ലാമിക് എക്സിബിഷൻ അതൊരു ദൈവത്തിന്റെ ദൗത്യമായി തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമുക്കിടയിൽ നടന്നു വരുന്നുണ്ട്. സാൽവേഷനും മറ്റും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അത് ചെറുതും വലുതുമായ രീതിയിൽ നടന്നു വരുന്നു. കാലത്തിനനുസരിച്ച് ദൈവത്തെ ഈ രൂപത്തിൽ നടത്താൻ മുന്നോട്ട് വന്നിട്ടുള്ള സംഘടനയെ അഭിനന്ദിച്ചുകൊണ്ട്, ഇത് വളരെ സ്വാഗതാർഹമായ ഒന്നാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ആശയ സംവാദത്തിന്റെ
തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന പുണ്യവാക്യം ഉച്ചരിച്ച് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.